നമുക്ക് ഈ ഒരു 1000 സബ് ആയതുകൊണ്ട് ഒന്നും ആയില്ല. പിന്നെയും 4000 വാച്ചവറായാലും ഒന്നും എവിടെയും എത്തില്ല. കാരണം ഒരുപാട് കടമകൾ നമുക്ക് കടക്കാനുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. പ്രത്യേകിച്ച് തുടക്കക്കാരോടാണ് കേട്ടോ പറയുന്നത്. അപ്പൊ തുടക്കക്കാർക്ക് പലതും അറിയത്തില്ല. അവര് അറിയാതെ പലതിലും പോയി ചാടും. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറഞ്ഞവർക്കും എങ്ങനെയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു എന്താ പറയുക ബുദ്ധിമുട്ടും ഇല്ലാതെ സബ്സ്ക്രൈബേഴ്സ് ആക്കി തീർക്കാമെന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. പ്രത്യേകം പറയുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 1.5 കൊല്ലം കഴിഞ്ഞു ഈ എന്താ പറയുക ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ഏകദേശം 2 വർഷമായി കേട്ടോ. ഇപ്പോൾ 2 വർഷമായി. 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ചാനൽ മോണിറ്റൈസേഷൻ ആയത്. ഞാൻ ആദ്യം തുടക്കത്തിലൊക്കെ ഒരു എന്റർടൈൻമെന്റ് എന്ന നിലയിലാണ് ചാനൽ തുടങ്ങിയത്. പക്ഷെ ഒരു ഘട്ടമെത്തിയപ്പോൾ മോണിറ്റൈസേഷൻ ആക്കണമെന്ന് തോന്നി. എങ്ങനെയൊക്കെയോ ആക്കിയെടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റും. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ അതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടി പോകും. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് പറയാൻ വന്ന കാര്യം പറയുന്നില്ല. ആദ്യം നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ളൊരു ക്യൂരിയോസിറ്റിയാണ്. എന്താണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നത് അത് പെട്ടെന്ന് കിട്ടണം എന്നുള്ള ഒരു ടെൻഡൻസിയാണ്. ഇങ്ങനെ വലിച്ചു നീട്ടുമ്പോൾ നമുക്ക് ബോറടിക്കൂലേ. പല വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക തമ്പനയിലും കാര്യങ്ങളും കണ്ടിട്ട് പോകും. പക്ഷെ അവര് എന്താ പറയുക ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റിന്റെ വീഡിയോ ആണെങ്കിൽ 10 മിനിറ്റ് ഫുള്ളും കുറേ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യൂലേ. അത് നമുക്ക് ഓരോരുത്തർക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്ത് തുടങ്ങണം എന്ന് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ടോപ്പിക്ക് പറഞ്ഞു പോയാലും പക്ഷെ വേറെ കാര്യങ്ങൾ പറയാതെ അറിയത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് മോണിറ്റൈസേഷൻ ആകാമെങ്കിൽ നിങ്ങൾക്കും ആകാം എന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താ പറയാ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടല്ല. ആദ്യം നമുക്ക് വേണ്ടത് സബ്ബാണ് അല്ലെ. 1000 സബ്ബാണ് വേണ്ടത്. അപ്പൊ എല്ലാവരും സബിന്റെ പിന്നാലെ ഓടി നടക്കും. പിന്നീടാണ് നമ്മൾ വാച്ചവർ ആകണമെന്ന് പറഞ്ഞിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾ ഈ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം കൂടി പറയണം. ഞാൻ ഏകദേശം ഒരു 2 മാസം മുന്നേ വരെ കുറെ വീഡിയോകളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഓരോ ദിവസം വീഡിയോ ഇട്ടുന്നില്ല, ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇപ്പോഴാണ് കുറച്ച് ഒരു 2-3 ആഴ്ചയായിട്ട് കുറച്ച് തുടർച്ചയായിട്ട് വീഡിയോ ഇട്ട് പോകുന്നത്. അപ്പൊ ഇന്നലെ ഒരു വീഡിയോയിൽ കുറച്ച് ഏകദേശം വൈറലല്ല, ചെറിയൊരു രീതിയിൽ എൻ്റെ ചാനലിൽ വൈറൽ പോലെ ഏകദേശം ഒരു 1000K കടന്നാലേ എനിക്ക് വൈറൽ തന്നെയാണ്. അപ്പോൾ 1000 അല്ല 1K കിടന്നാലും എനിക്ക് വൈറൽ തന്നെയാണ്. അപ്പോൾ അതിലിങ്ങനെ നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും ഒരുമിച്ച് മുന്നേറാം, ഒരു കൂട്ടുവരുമോ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും. എല്ലാ ടെക് ചാനലുകളുടെ താഴെയും പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് തുടക്കക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്. അവരോടാണ് കേട്ടോ ഞാൻ പ്രത്യേകം പറയുന്നത്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പോൾ എനിക്കിത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എൻ്റെ വീടിൻ്റെ താഴെ കമന്റ് ഇടുമ്പോൾ എനിക്ക് കൂടുതൽ റീച്ച് കിട്ടുക ചെയ്യാം. കാരണം ഓരോരുത്തർ വന്ന് ഇങ്ങനെ കൂട്ടുവരുമോ അതിന് താഴെ കമന്റ് കൂടും തോറും നമ്മുടെ വീഡിയോക്ക് റീച്ച് കൂടും. അപ്പോൾ ഞാനത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പലരും അറിയാതെ പോകുന്നുണ്ട്. തുടക്കക്കാരാണ്. ഇപ്പോൾ 500-ഉം 1000 സബ്സ്ക്രൈബേഴ്സും 2000 സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ പെട്ടെന്ന് വരും. ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ വരും. കാരണം ഒരു നല്ലൊരു ഷോർട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ഉടനെ കിട്ടും. വാച്ച് അവർ കിട്ടാനാണ് ബുദ്ധിമുട്ട്. അപ്പൊ നല്ല വീഡിയോ ചെയ്താൽ മാത്രമേ വാച്ച് അവർ കിട്ടത്തുള്ളൂ. നമുക്ക് തന്നെ അറിയാം നമ്മൾ ഇടുന്ന വീഡിയോ നല്ലതാണോ ചീത്തയാണോ എന്ന്. കാരണം നമ്മുടെ ഒരു എന്താ പറയാ കാര്യങ്ങൾ പറയുന്ന അപ്രോച്ചും അല്ല എന്താണ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന അപ്രോച്ചും ഒക്കെ അനുസരിച്ച് നമുക്ക് തന്നെ അറിയാൻ പറ്റൂലേ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോടും പോയിട്ട് ഇങ്ങനെ കൂട്ടുകൂടുമോ ഞാൻ ചെയ്തു നിങ്ങൾ ചെയ്യൂ അങ്ങനെ പറയാൻ പാടില്ല. എന്നോടല്ല, മറ്റുള്ള വേറെ ഏത് ചാനലിലും പോയിട്ട് പറയാൻ പാടില്ല. കാരണം നിങ്ങളുടെ ആ ചെയ്ത സബ് സ്പാമാക്കി കളയും യൂട്യൂബ്. അതെനിക്ക് ഒരു അനുഭവമാണ്. കാരണം ഞാൻ ആരോടും പോയിട്ട് ഇതുവരെയും സബ് ചെയ്യുമോ സബ് ചെയ്തു അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ സത്യസന്ധമായി പറയാണ്. പക്ഷെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നോട് പറയുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറെ കഴിയുമ്പോൾ ആ സബ് ചെയ്തത് കാണത്തില്ല. നമുക്ക് ആദ്യം ഒരു 1000 സബ് ആയി കിട്ടുന്നത് വരെ നമ്മൾ വെറുതെ മൊബൈൽ നോക്കിക്കൊണ്ടേയിരിക്കും. IT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കും സബ് ആകുന്നുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് ഈ സബ് കുറയുമ്പോൾ ഭയങ്കര സങ്കടവും. 10 സബൊക്കെ അടുപ്പിച്ച് പോകാറുണ്ട്. അപ്പൊ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ നമ്മളോട് ഒരാൾ വന്ന് ചോദിച്ചു എന്താ പറയാ സബ് ചെയ്യുമോ എന്ന്. പിന്നെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ ചിലപ്പോൾ അത് കാണത്തില്ല. അത് അവര് ഡിലീറ്റ് ചെയ്തായിരിക്കില്ല, യൂട്യൂബ് തന്നെ ഡിലീറ്റ് ചെയ്യുകയാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരുപാട് യൂട്യൂബ് ഡിലീറ്റ് ചെയ്യാറുണ്ട്, സ്പാമാക്കി കളയാറുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ അറിയാതെ തന്നെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെയ്തവർ അത് എന്താ പറയുക അൺസബ്സ്ക്രൈബ് ചെയ്തു എന്ന്. പക്ഷെ അങ്ങനെയല്ല. യൂട്യൂബിനെ എല്ലാം അറിയാം. കാരണം യൂട്യൂബ് ഒരു അൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂട്യൂബിനെ അനുസരിച്ചിട്ട്
ആ സെറ്റ് ചെയ്തതിൽ എന്തെങ്കിലും ഇത് വരികയാണെന്ന് വെച്ചാൽ അവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ അവർ അതിൻ്റെ രീതി അനുസരിച്ച് സബ് എടുത്ത് കളയും. മനസ്സിലായോ? അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തുടക്കക്കാർക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. സബ് കിട്ടണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. 1000 സബ് എങ്ങനെയെങ്കിലും ആകണം, 1000 സബ് എങ്ങനെയെങ്കിലും ആകണം. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടില്ല, നിങ്ങൾ വീണ്ടും പറയണം. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് എങ്ങനെയാണ് സബ് ആക്കാൻ പറ്റുക എന്നത് ഞാൻ ഈസി ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഏകദേശം 10-55 യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടക്കക്കാർക്കായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, താല്പര്യമുള്ളവർ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഹൈപ്പ് എന്തെന്ന് അറിയാത്തവർക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിലാണ് ഹൈപ്പ് വരിക. അപ്പോൾ കമൻറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പോകുമ്പോൾ കാണത്തില്ല. ആ ഫസ്റ്റ് കമൻറ്റിൽ തന്നെ 2 ഡോട്ട് കാണും. അതിനൊന്ന് എന്താ പറയുക സ്വീപ്പ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഹൈപ്പ് കാണാൻ പറ്റും. അങ്ങനെ ആ ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് പോയിന്റ് വരും. അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഹൈപ്പും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു 1000 സബ് ആയതുകൊണ്ട് ഒന്നും ആയില്ല. പിന്നെയും 4000 വാച്ചവറായാലും ഒന്നും എവിടെയും എത്തില്ല. കാരണം ഒരുപാട് കടമകൾ നമുക്ക് കടക്കാനുണ്ട്. അപ്പോൾ അത് കടന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുള്ളൂ. മോണിറ്റൈസേഷൻ ആയാലും ഒന്നും ആകത്തില്ല. പലരും മോണിറ്റൈസേഷനായിട്ട് എന്താണ് ഒന്നുമില്ലാതെ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയതാണ്. നമുക്കിപ്പോൾ ഒന്നും സാധാരണ ഒരു ചെറിയ ചാനൽ നമ്മളൊന്നും അങ്ങനെ കാട്ടിക്കൂട്ടിയിരുന്ന ചാനലുകളിൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് ഒന്നും പറ്റില്ല, ക്യാഷ് ഒന്നും കിട്ടത്തില്ല. അപ്പം അത് നിങ്ങൾക്ക് ആകുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് $1 കയറുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 5000 വ്യൂ ആയാലും $1 ആകത്തില്ല. അത് ശ്രദ്ധിക്കാം നിങ്ങൾ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാണ്. ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ വെറുതെ സബ് ആകണം, എങ്ങനെ വാച്ചവർ ആകണം ഒക്കെ ആക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ പതുക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ നമുക്ക് എങ്ങനെ ലെവലിൽ എത്തിക്കാം, നല്ല ലെവലിൽ എത്തിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോൾ മാത്രമേ നമുക്ക് പതുക്കെ നല്ല നല്ല വ്യൂസും കിട്ടി പിന്നെ ക്യാഷ് കിട്ടാൻ തുടങ്ങത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നിങ്ങളെല്ലാവരും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ഓരോ ദിവസവും നമ്മൾ ഒരേ പോലെ വീഡിയോ ഇടാൻ ശ്രമിക്കുക. ഒരേ ടൈമിൽ, ഒരേപോലെ എന്ന് പറയുന്ന ഒരേ ടൈമിൽ. ഇപ്പോൾ രാവിലെ 10 മണിയാണെങ്കിൽ രാവിലെ 10 മണി, വൈകിട്ട് 5 മണിയാണെങ്കിൽ വൈകിട്ട് 5 മണി. അങ്ങനെ ഏത് ടൈമാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഒന്നിടാണെങ്കിൽ ഒന്നിടാം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ വീഡിയോ ഇടുന്നത് അതിനനുസരിച്ച് ഇട്ട് പോകുക. മനസ്സിലായോ? ഇത്രയും ഞാൻ പറയാൻ കാരണം എൻ്റെ ചാനൽ കാണാൻ തുടക്കക്കാരാണ്. ഒരുപാട് ഞാൻ കണ്ടു, ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് പോകാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സബ് കൂട്ടാമെന്ന് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്ക്രീൻ റെക്കോർഡ് കാണിക്കുന്നത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും, ഞാൻ ഉറപ്പ് തരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും പറയാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പോയിട്ട് സബ് നമ്മുടെ ചാനലിലേക്ക് വരുത്താൻ പറ്റും. അപ്പോൾ അവർക്കും നമ്മൾ ഓരോ ചാനലിലോട്ട് നമ്മൾ എങ്ങനെയാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം നമുക്കിപ്പോൾ വലിയ ചാനലിലൊക്കെ നമ്മൾ പോയി എന്താ പറയുക കാണാറുണ്ടല്ലേ. നമ്മുടെ ഇപ്പം എന്നോട് ഒരാൾ നിങ്ങൾ വന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അറിയാത്ത ഒരാളാണ് നിങ്ങൾ. ഇതുവരെയും നിങ്ങൾ എൻ്റെ അതിൽ കമൻറ്റ് ഇട്ടില്ല. അപ്പോൾ ഞാൻ ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനൽ കാണും. അപ്പോൾ കുറേ വീഡിയോസ് ആണെങ്കിലും കാണും. ചിലപ്പോൾ വീഡിയോസിൻ്റെ 1 മിനിറ്റ് 2 മിനിറ്റ് ഇങ്ങനെ കാണും. എന്താണ് വീഡിയോ, എന്താണ് ഷോർട്സ്. അപ്പോൾ നിങ്ങൾക്ക് വ്യൂസ് കിട്ടും. ചിലപ്പോൾ സബ് കിട്ടിയില്ലെങ്കിലും വ്യൂസ് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ നിർബന്ധിച്ച് ചെയ്തിട്ടും കാര്യമില്ല. കാരണം നിങ്ങൾ വേറെ ടോപ്പിക്കായിരിക്കും, ഞാൻ വേറെ ടോപ്പിക്കായിരിക്കും, കാണത്തില്ല. അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ചാനലുകളിൽ പോയിട്ട് നിങ്ങൾ എന്താ പറയുക വീഡിയോ കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗുണമുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് നമ്മുടെ ചാനലിലൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ പോകാൻ പറ്റും. അതെങ്ങനെയാണെന്ന് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, നമുക്ക് സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. അപ്പോൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. YT സ്റ്റുഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ എന്തായാലും ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. മിനി ഡാറ്റയൊക്കെ ഇതിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലാതെ എന്നാൽ ക്രോമിലൂടെ പോയിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ലഭിക്കും. അപ്പോൾ ഡാഷ്ബോർഡ് ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ കമ്മ്യൂണിറ്റി എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മേലെ വ്യൂ ഓൾ എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വ്യൂ ഓൾ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മേലെയായിട്ട് കുറച്ച് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മാറ്റുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് കാണും, കണ്ടില്ലേ? അപ്പോൾ ചാനൽ കമൻറ്റിൻ്റെ താഴെയായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ വന്ന സബ്സ്ക്രൈബേഴ്സ് എത്ര എണ്ണമുള്ള സബ്സ്ക്രൈബേഴ്സ് വരെ നമുക്ക് ചാനലിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്ന് കാണാൻ പറ്റും, കണ്ടില്ലേ? അപ്പോൾ 1K വരെയുള്ളവർ എത്ര പേര് നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതേപോലെ 10K വരെയുള്ളവർ, 100K വരെയുള്ളവർ, 1 മില്യൺ വരെയുള്ളവർ. അപ്പോൾ നമുക്ക് ഓരോന്നും കാണാൻ പറ്റും. നെറ്റ് കുറച്ച് സ്ലോ ആണ് കേട്ടോ.
കണ്ടില്ലേ? അപ്പം നിങ്ങൾക്ക് ഇത്ര എനിക്ക് എന്താ പറയുക ലാക്കിൽ കൂടുതൽ വരെയുള്ളവർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഓരോരുത്തരും ഇതിപ്പോൾ ഏകദേശം 10,000-ൽ കൂടുതലുള്ളവരാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഓരോന്നിലും ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ആരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്ന്, എത്ര സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഉള്ളവരാണെന്ന് നമുക്കറിയാൻ പറ്റും. മനസ്സിലായപ്പോൾ ഏറ്റവും ടോപ്പ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഇപ്പോൾ ലാക്ക് കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവൻ്റെ ചാനലിൽ പോയിട്ട് നമ്മൾ കമൻ്റ് ഇടുക. അപ്പോൾ അവരുടെ ചാനൽ കാണാൻ വരുന്നവർ നമ്മുടെ ചാനലും കൂടെ കാണാം. കാരണം നമ്മുടെ ചാനലിൽ വന്ന് കമൻ്റ് ഇടുമ്പോൾ നമ്മളത് തീർച്ചയായിട്ടും ആരാണ് എന്താണ് എന്തൊക്കെ വീഡിയോ ആണെന്ന് നോക്കാൻ പോകും. അപ്പോൾ അങ്ങനെ സബ്ബും എല്ലാം കൂടാം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ എങ്ങനത്തെയാണോ അതേപോലെയുള്ള ചാനലുകളിൽ പോയിട്ട് കമൻ്റ് ഇടുക. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ കാണാനിടയാകും. അതിൻ്റെ സബ്ബും വ്യൂസും വാച്ചവേഴ്സും വർദ്ധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന്